നിർത്താതെ അപ്പുറത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊന്നും സുഖമില്ല, ഞാൻ പാനിക്കായിപ്പോയി. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. യെസ്, ഇന്ന് രാവിലെ മുതൽ ന്യൂസ് ചാനൽസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് നടൻ, സംവിധായകൻ, പ്രൊഡ്യൂസർ മണിയമ്പിള്ള രാജുവിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. ഒരു ഹണ്ടർ, റോയൽ എൻഫീൽഡ് ഹണ്ടറിനായിട്ട് ഇടിച്ചു. 2 ചെറുപ്പക്കാർ അപകടത്തിൽപ്പെട്ടു, സാരമായ പരിക്കുകൾ. ഒരാൾക്ക് ഡിസ്കിന്, രണ്ടാമത്തെ വ്യക്തി കാലിൻ്റെ എല്ലിന് പൊട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണുള്ളത്. രണ്ടുപേരും ആശുപത്രിയിലാണ്. നമ്മുടെ നിരത്തുകളിൽ സ്വാഭാവികമായിട്ട്, റോഡ്സിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവം, ആക്സിഡൻറ്റ്, അത് സംഭവിച്ചു. അത്രേ ഇതിനുള്ളൂ. ഉള്ളൂ ഇൻ ദ സെൻസ് അത്രേ ഉണ്ടാവുമായിരുന്നുള്ളൂ. പക്ഷേ ചില കാര്യങ്ങളൊക്കെ, ചേരുവകളൊക്കെ ചേർന്ന സമയത്ത് അത് വേറൊരു തരത്തിലേക്ക് പോയി. ഒരുപാട് ആക്സിഡൻറ്റ്സ് നമ്മളെ റോഡുകൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരാളുടെ തെറ്റായിരിക്കാം, രണ്ടാളുടെയും തെറ്റായിരിക്കാം, ചിലപ്പോൾ ഈ 2 ആൾക്കാരുടെയും 3 ആൾക്കാരുടെയും ഒന്നും തെറ്റുണ്ടായില്ലായിരിക്കാം, നമ്മുടെ യോഗവുമായിരിക്കാം. റോഡ് വാഹനം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട്. നമുക്ക് ഈ വാഹനം ഓടിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ വണ്ടികളാകുമ്പോൾ തട്ടൊക്കെ ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത്, വാഹനം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് പ്രോപ്പറായിട്ട് വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം പുറത്തിറങ്ങുക. ഇനി അങ്ങനെ ഏതെങ്കിലും വാഹനം, കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്താ, നമ്മളുടെ എതിരെ നമ്മളല്ലാതെ നമ്മളുടെ ചുറ്റും വണ്ടി ഓടിക്കുന്നവർ നടക്കുന്നതായിട്ട് ആൾക്കാർക്ക് ഒരു വിവരവും ബോധമില്ല. ഇവന്മാരെല്ലാം ഈ കോലത്തിലാണ് എന്നുള്ള കണ്ടീഷനിലായിരിക്കണം നമ്മൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങേണ്ടത്. ഇവരെന്ത് വേണമെങ്കിൽ ചെയ്യാം. അവർ ചിലപ്പോൾ ചാടാം, ഓടാം, ഇടിക്കാം, തിരിക്കാം, നിർത്താം, എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു ബോധത്തിലായിരിക്കണം ഓരോരുത്തരും വണ്ടി ഓടിക്കേണ്ടത്. അങ്ങനെ നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുള്ളൂ, അല്ലേ? പക്ഷെ എന്നാലും നമ്മളുടെ യോഗ അനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് ഒരുത്തൻ തിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്ത് അതിന് രക്ഷപ്പെടാനുള്ള രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കണം. ഇതാണ് ഈ ഒരു ആക്സിഡൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ആക്സിഡൻറ്റിൻ്റെ CCTV ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അമിത വേഗത വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത് ആക്സിഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് തെറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. അയാൾ വണ്ടി നിർത്തുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇൻഡിക്കേറ്റർ ഇടുന്നു, കയറുന്നു. പുള്ളി വേണമെന്ന് വെച്ചാൽ പക്ഷേ ചിലപ്പോൾ ആ ബൈക്ക് കാണുന്ന സമയത്ത് പുള്ളിക്ക് വേണമെങ്കിൽ നിർത്താം, അപ്പോൾ ബൈക്കുകാർക്ക് കയറി പോകാം. പക്ഷേ അവിടെയൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ചെറിയ വണ്ടിക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ചെറിയ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ജീവൻ രക്ഷിക്കാറില്ല. നമുക്കിപ്പോൾ തട്ടിപ്പോയിട്ടോ ഡിസബിലിറ്റി വന്നിട്ടോ മലന്ന് കിടന്നിട്ടോ കണ്ണിങ്ങനതായിട്ട് കിടന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമുക്ക് അവിടെ ഒരു വണ്ടി പെട്ടെന്ന് തിരിക്കുന്ന സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ പാനിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ പോലും വണ്ടി നമ്മളുടെ കൺട്രോളിൽ എത്താൻ പറ്റിയിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കണം. ആ സാഹചര്യമാണ് ഒരു സ്പീഡ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. സേഫായിട്ടുള്ള സ്പീഡ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രോപ്പർ സ്പീഡിൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുക. ആ ഒരൊറ്റ സംഭവം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു 90% തെറ്റ് ആ ബൈക്കുകാരുടെ ഭാഗത്താണ്. ഈ ആക്സിഡൻറ്റിൻ്റെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഒരു CCTV ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അവിടെ നടന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ കാണാം. രാജു ഓടിച്ച ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇയാൾ ഇവിടെ നിർത്തുന്നു, വണ്ടി അതിനുള്ളിൽ നിന്ന് ഇറങ്ങുന്നു, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വണ്ടി ഇങ്ങോട്ട് കയറുന്നു. ഒരിക്കലും അയാൾ ചെയ്യാൻ പാടില്ല. വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ 2 വണ്ടികളുണ്ട്, ഒരു സ്കൂട്ടർ ഇട്ടുണ്ട് അപ്പുറത്ത്. അയാളൊരിട്ട കമൻറ്റ് ചെയ്യാൻ കണ്ട് ഞാണെന്നാണെന്ന് അറിയില്ല, ഒരു ന്യൂസ് ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് സ്കൂട്ടർ ഓടിച്ച ആൾ ഞാനാണ്, ബൈക്കുകാരുടെ ഭാഗത്ത് തെറ്റാണ്, അമിത വേഗതയിലായിരുന്നു, വളരെ കൃത്യമായിട്ട് ഇയാൾ വണ്ടി ഇറങ്ങുന്നു കാണാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി ഒരു കമൻറ്റ് ഇട്ട് ഞാൻ കണ്ടു. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കിട്ടുകയാണെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നേരെ എത്തുന്ന പുള്ളി തിരിക്കുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അമിത വേഗതയിലായിരുന്നു ബൈക്ക്. അപ്പോൾ അത് നമ്പർ 1 തെറ്റാണ്. അവനവൻ്റെ മേലിൽ അവനവന് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അവനവൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ മേലും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള വേഗത എടുത്ത് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണെന്നുള്ള കാര്യം അത് ഷുവറാണ്, യാതൊരു സംശയമില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ മണിയമ്പിള്ള രാജു സാർ പുള്ളി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇനിയിപ്പോൾ ഒരാൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുള്ളി ഇറങ്ങുന്ന ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നാണ്. അവിടെ ഇന്നലെ ഒരു പിണറായി എന്തൊരു പേര് പറഞ്ഞു, ഞാൻ മറുനാടനിൽ കണ്ടാണ്. അയാളുടെ പിണറായി നമ്മളെ CM അല്ല, ഒരാളുടെ മകൻ മരിച്ചതിൻ്റെ ഒരു വാർഷികമായിട്ട് ടെന്നീസ് ടൂർണമെൻറ്റോ അങ്ങനെ എന്തോ ടൂർണമെൻറ്റാണ് അവിടെ. അത് കണ്ട് അതിന് ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിരുന്നു, വെൽ നോൺ ആൾക്കാർ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഞാൻ പല ന്യൂസും കാര്യങ്ങളും കേട്ടതാണ്. സ്വാഭാവികമായിട്ടും മദ്യപിച്ചിരിക്കാൻ ഒരു ചാൻസസ് ഉണ്ട് അവിടെ, ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ. പക്ഷേ ഇയാളുടെ കേസിൽ അയാൾ പറഞ്ഞത് അയാൾ ക്യാൻസർ സർവൈവറാണ്,
നമുക്കറിയാം. അയാളിപ്പോൾ ചിക്കൻ ഗുനിയ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ പല വാദങ്ങളും പുള്ളി പറയുന്നുണ്ട്. ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി വളരെ മിനിമമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഓൺ ദ സ്പോട്ടിൽ അവിടെ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നിർത്താതെ പോവില്ല. നിർത്താതെ പോയി കഴിഞ്ഞാൽ കളി വേറെ കാര്യമാവും. അവിടെയാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ പണം, പദവി, അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കയറി വരുന്നത്. പുള്ളി അവിടെ നിർത്തേണ്ടത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, സ്വയം സേഫ് ഗാർഡ് ചെയ്യാൻ. ഇതിന് മാത്രമല്ല കേട്ടോ, അവിടെ നിർത്തേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ സ്വബോധത്തിൽ തന്നെയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി. അബദ്ധമല്ല, ഞാൻ മനഃപൂർവ്വം ആരും ഇപ്പോൾ ഒരാളെ ഇടിച്ച് കൊല്ലാനുള്ള ഇതിൽ നടക്കില്ല. പക്ഷെ എന്നാലും ഞാൻ ആ വണ്ടി ആകേണ്ട ഇറക്കിയത് ശരിയായില്ല, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷേ ഞാൻ സ്വബോധത്തിലാണ് എന്ന് സ്വയം തെളിയിക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഇതൊന്ന്. അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ഇയാളുടെ ഭാഗത്ത് ഈ മറ്റുള്ളവർ വണ്ടി ഓടിച്ച് 90% അവരുടെ ഭാഗത്ത് ബൈക്ക് ഓടിച്ചാൽ തെറ്റെന്നൊക്കെ പറയുമ്പോഴും അതിനൊക്കെ കവച്ച് വെക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംഭവമുള്ള ഭാഗത്ത് എന്താ വെച്ചാൽ, ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു സ്പോട്ട് ആയതുകൊണ്ടായിരിക്കാം അയാൾ അവിടുന്ന് പോയിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അതിന് ന്യായീകരണങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ, ഈ വണ്ടി നമ്മൾ ഇടിച്ചിടുന്ന സമയത്ത് അവർക്ക് ആരെങ്കിലും വൈദ്യസഹായം, നമ്മളുടെ കാരണം കൊണ്ട് നമ്മുടെ വണ്ടിയിൽ വന്നിട്ട് ഒരാൾ, നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ വോൾവോ ആണ്, സേഫ്റ്റിക്ക് പേര് കേട്ടിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇവർക്ക് സെലിബ്രിറ്റീസ് കയ്യിൽ പണം, പദവിയൊക്കെ ഉള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ വാഹനങ്ങളായിരിക്കും. അപ്പോൾ ഇവർ ഈ ഇടിച്ചിട്ട ഉടനെ തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ മറ്റേ വ്യക്തിക്ക് വേണ്ട മെഡിക്കൽ സപ്പോർട്ട്, എന്തെങ്കിലും സംഭവിച്ചിട്ട് ചോര വാർന്ന് മരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടെങ്കിൽ മനസ്താപം ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇത് പ്രകാരം ഇരിക്കും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ അവിടെ ആ ആക്സിഡൻറ്റിൽ വീണ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ എല്ലാവരുടെ ഭാഗത്തും ചിന്തിച്ചിട്ട് ഞാൻ സംസാരിക്കാറുള്ളത്, നിങ്ങൾക്കറിയാം, ഞാൻ ഒരാൾ ഭാഗം മാത്രം അടച്ചത് പറയാറില്ല. ഒരു പക്ഷേ നമ്മൾ ഇതിന് മുന്നേ സിദ്ധാർത്ഥിൻ്റെ ആക്സിഡൻറ്റിൽ കണ്ടൊരു കേസുണ്ട്. ഒരു സെലിബ്രിറ്റിയുടെ വണ്ടി ഇടിച്ച സമയത്ത് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു, ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു. ഒരു വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം ചെയ്യുന്നത് മറ്റവൻ്റെ തെറ്റാണെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കും. എല്ലാ നാടുകളിലുണ്ട്, ഞങ്ങളവിടെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഇറങ്ങി ഓടിയാൽ അവന് ജീവനം കൊണ്ട് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ആടി ഷുവറാണ്. അപ്പോൾ ആ ഒരു സംഭവം പേടിച്ചിട്ടായിരിക്കണം. കാരണം സിദ്ധാർത്ഥിൻ്റെ കേസിൽ നമ്മൾ കണ്ടാണ് ഒരാൾ കഴുത്തിൽ എടുത്ത് മുറുക്കുന്നതൊക്കെ കണ്ടു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആക്സിഡൻറ്റ് കണ്ടാൽ ഒന്നെണ്ണം തെറ്റാണെങ്കിൽ ഇങ്ങനെ കള്ളുപിടിച്ചു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രണ്ടെണ്ണം കൊടുക്കും. ചില ആൾക്കാർ പല രീതിയിലും ആൾക്കാർക്ക് പെരുമാറുക. പക്ഷേ അത് ആ കഴുത്തിൽ മുറുക്കുന്ന സീനൊക്കെ ഇപ്പോൾ നമ്മൾ അടുത്ത് കണ്ടിട്ടുള്ളൂ. ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു സംഭവം കൊണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല. പുള്ളി പ്രായമുള്ള ആളാണ്, ചിലപ്പോൾ എന്തെങ്കിലും ആൾക്കാർ അങ്ങോട്ട് കയ്യാങ്കളിയായിട്ട് തല്ല് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണോ അവിടുന്ന് പോയതെന്നുള്ളത് അറിയില്ല. അത് നമ്മുടെ നാട്ടിലൊരു സിറ്റുവേഷനാണ്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ, ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ആൾക്കൂട്ട വിചാരണ നടത്തുക, പൊതുനിരങ്ങളിൽ ഇട്ടിട്ട് പോലീസിനെ വരിക, കാര്യങ്ങളിൽ വെയിറ്റ് ചെയ്യാതെ രണ്ടെണ്ണം കൊടുക്കുക എന്നല്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇതാണ് പണവും പദവിയുള്ള ആൾക്കാർക്ക് ഇതേമാതിരി ഇത് മുന്നൊരാളുടെ കേസിൽ നമ്മൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. മാധ്യമപ്രവർത്തകർ മരിച്ചിട്ടുള്ള കേസിൽ എന്താ ഉണ്ടായത്. ഇതുകൊണ്ട് എന്താ സംഭവം ഉണ്ടായിച്ചാൽ, അയാളുടെ ഭാഗത്ത് പൊതുജനത്തിൻ്റെ മുന്നിലിട്ടോ, നിയമത്തിൻ്റെയും പോലീസും ശിക്ഷയും കാര്യങ്ങളൊന്നുമില്ല, പൊതുജനങ്ങളുടെ മുന്നിൽ, നമ്മളെയൊക്കെ ആൾക്കാരുടെ മുന്നിൽ ഒരു പക്ഷേ ചിലപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ള ഒരു എലിമെൻറ്റ് ഓഫ് ഡൗട്ടിനുള്ള ചാൻസ് അവിടെ വന്നു. അത് ഒഴിവാക്കാമായിരുന്നു അവിടെ നിന്നിരുന്നെങ്കിൽ. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ, പുള്ളീനെ പിന്നെ 8 മണിക്കൂറിനുള്ളിൽ, എനിക്കൊന്ന് 8 മണിക്കൂറാണ്, ഞാൻ കറക്റ്റ് 8 മണിക്കൂറിനുള്ളിലാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിരുന്നു. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല, അത് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും അതിനുള്ള ചാൻസൊക്കെ നമുക്കവിടെ, അത് പൈസ ഉള്ള വ്യക്തിയാണ്, ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ്, ആക്ടർ മാത്രമല്ല, ട്രിവാൻഡ്രത്തിൽ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരുപാട് കണക്ഷൻസാണ്. പോലീസിലാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ടോപ്പ് ഒഫീഷ്യൽസായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ സാധനം കൂടി ഒഴിവാക്കണമായിരുന്നെങ്കിൽ ഈ സംസാരം പോലും നമ്മുടെ ഭാഗത്ത് നമുക്ക് വി ഹവ് ഗോട്ട് ദ റൈറ്റ് ടു എക്സ്പ്രസ് അവർ ഒപ്പീനിയൻ. അപ്പോൾ ഒപ്പീനിയൻ പറയുന്ന പോലെ ഇതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി അവിടെ നിന്നാൽ മതിയായിരുന്നു. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തായി, നമ്മളിപ്പോൾ പറയുന്നത് കാര്യം കൊണ്ടാണ് മദ്യപിച്ചിരിക്കാം അല്ലേ. അപ്പോൾ അത് മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അത് വേറെ കേസാണ്. പക്ഷേ അത് നമുക്ക് അറിയാൻ കഴിയില്ല, ആർക്കും അറിയാൻ കഴിയില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല അറിയാൻ കഴിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം വെച്ചാൽ 12.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുള്ളത്. പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമുക്കൊന്ന് പ്ലേ ചെയ്യാം. എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ജസ്റ്റ് 1-2 കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം. നിർത്താതെ അപ്പുറത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊന്നത് സുഖമില്ല, ഞാൻ പാനിക്കായിപ്പോയി. ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പാനിക്കാവാം, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു മനുഷ്യൻ പാനിക്കാവാം. പക്ഷേ നിർത്താതെ പോവൽ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഒരിക്കലും അത് ശരിയുള്ള കാര്യമല്ല. ഒരു പക്ഷേ ചിലപ്പോൾ വണ്ടി സൈഡാക്കി അപ്പുറത്തെ എവിടെയെങ്കിലും നിർത്തി
അടുത്ത ആളെ വിളിച്ചു വരുത്തി ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ പ്രായമായിട്ടുള്ള അസുഖം കാര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യൻ പെട്ടെന്ന് ഇതായിട്ടായിരിക്കാം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ പാനിക്കായിട്ടൊരു മനുഷ്യൻ മുന്നോട്ട് എടുത്തു പോവാം, അപ്പുറത്ത് വളവിൽ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് അടുത്ത ആളെ വിളിച്ചു വരുത്താം. പക്ഷേ ഹി ഹാസ് ഗോട്ട് ദി റെസ്പോൺസിബിലിറ്റി ടു പോലീസുകാരുടെ മുന്നിൽ ചെല്ലേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി, അതായത് നിയമ സംവിധാനത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് കീഴടങ്ങേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി മോർ റെസ്പോൺസിബിലിറ്റി വേണം. അത് തെറ്റാണ്. വണ്ടിയിൽ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു സ്പീഡിൽ വന്നിട്ട്. ഞാൻ ട്രിവാൻഡ്രം ക്ലബിന്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTV കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഒരു എന്തോ ഒരു ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡന്റ് ആണ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഒരു ആക്സിഡന്റ് നടന്നിട്ടോ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം, എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കോളാന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്. പറ്റില്ലല്ലോ, നിയമം അറിയാത്ത ആളല്ലല്ലോ. അങ്ങനെ രാവിലെ എത്തിക്കോളാന്ന് പറഞ്ഞാൽ മതിയോ? ഇനി രാവിലെ എത്തിക്കോളാം എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് എന്താണ് ചെയ്യേണ്ടത്? ഇയാളെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള സംഗതി പിന്നെയും റെലവൻ്റ് ആവുന്നത്. കാരണം ഞാൻ രാവിലെ എത്തിക്കോളാം. അപ്പോൾ സാധാരണക്കാരൻ്റെ ഒരാളുടെ കേസിൽ ഇപ്പോൾ രാവിലെ ഞാൻ പറയാൻ പാടില്ല, നമ്മൾ തന്നെ പറയാം ഞാൻ രാവിലെ എത്തിക്കോളാറിന് ആർക്കില്ല. രാത്രി വന്ന് പൊക്കും, മെഡിക്കൽ എടുത്തുകൊണ്ടുപോകും. അത് ദി സോ കോൾഡ് ആ ഒരു അപ്പർ ക്രീം എന്താ പറയുക, നമ്മൾ ആ ഒരു സ്പെഷ്യൽ പ്രിവിലേജ്ഡ് ആൾക്കാർക്കുള്ള എല്ലാ മേഖലയിലും കിട്ടുന്നതാണ്. അതിനിപ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മൾ കുറേ കാശും പദവിയൊക്കെ പണമൊക്കെ ഉണ്ടാക്കുക, അതേ മാർഗ്ഗമുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് കണ്ണടയ്ക്കുക. അല്ലാണ്ട് കുറേ രോക്ഷം കൊണ്ടിട്ട് സംസാരിച്ചിട്ടൊന്നും കാര്യം. ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് പല മേഖലയിലും നടന്നു പോകുന്ന കാര്യം തന്നെയാണ്. ഒറ്റയ്ക്ക് ഞാനാ ഓടിച്ചത്. എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. ഇപ്പൊ ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ടേ, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാത്ത നിൽക്കുന്നതാണ്, വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എൻ്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് തെറ്റാണ്. ഒരാൾ വണ്ടി തട്ടിയിട്ട് റോട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ക്യാൻസർ സർവൈവറാണ്, പിന്നെ അതിൻ്റെ പേരിൽ പിന്നെ നമുക്ക് ചിക്കൻ കുനിയ വന്നതാണ്, അല്ലെങ്കിൽ വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കാണ്, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഇതൊക്കെ നമ്മൾ സംസാരിക്കേണ്ട സിറ്റുവേഷൻ വരുന്നത് പോലും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവനവൻ ചെയ്യേണ്ട പരിപാടികൾ ചെയ്തില്ല. അല്ലെങ്കിൽ രാത്രി തന്നെ ഇനിയിപ്പോൾ പോയി അവിടുന്ന് പോയി കഴിഞ്ഞു, നെക്സ്റ്റ് അവർക്ക് വൈദ്യപരിശോധന കിട്ടി, വൈദ്യസഹായം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അത് നമ്മൾ റെസ്പോൺസിബിലിറ്റിയാണ്. അതല്ലേ വേണ്ടത്. അത് നാളെ ഗോഡ് ഫോർബിഡ് ഇവരുടെയൊക്കെ മക്കൾക്ക് ഇതേ സിറ്റുവേഷൻ വന്നു. ഇതൊക്കെ വേറൊരു സാധനമുണ്ട്, കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതുപോലെ സംഭവം സംഭവിച്ചു. ഇപ്പോൾ ഇത് സംഭവിക്കുമെന്നുള്ള അടുത്ത ഇഷ്യൂ മീൻസ് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് നാളെ നമ്മളുടെ മക്കൾക്കും ഇതേമാതിരി വണ്ടി കെട്ടി അവിടെയും ഇവിടെയും കിടന്നിട്ടുണ്ടെങ്കിൽ, ഇവരൊക്കെ കുട്ടികൾക്കാരൊക്കെ മക്കൾക്കൊക്കെ വണ്ടി കെട്ടി അവിടെയും കിടന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചും അത് അപ്ലിക്കബിളാണ്. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, വലിയൊരു കാര്യമാണത്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കാണ്, അമ്മായി സുഖമില്ലാതെന്നും പറഞ്ഞിട്ട് ഒരു എക്സ്ക്യൂസ് അല്ല. വിളിച്ചറിയിച്ചു. പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടുള്ള അസുഖമാണ്, രാവിലെ വന്നാൽ മതി. എന്തോ ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രാത്രി വരാൻ ബുദ്ധിമുട്ടാണ്, രാവിലെ വന്നാൽ മതി എന്ന് പറയാൻ പാടുമോ? എനിക്കതറിയില്ല. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. രാത്രി വരാമെന്ന് ഞാൻ രാത്രി രാവിലെ വന്നാൽ മതി, ഒക്കെ കുഴപ്പമില്ല എന്ന് പോലീസുകാർ പറയാൻ പാടില്ല. അത് ആ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അത് തീർച്ചയായിട്ടും കൊടുക്കണം. യെസ്, ഇത് ബാക്കി ഞാൻ വിഷ്വൽസ് ഒന്നും പ്ലേ ചെയ്യുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. രാവിലെ തൊട്ട് ന്യൂസ് ചാനൽസ് എല്ലാം ഇത് സ്ക്രോള് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു വാർത്തയായിട്ട് ന്യൂസ് ചാനൽസ് വിചാരിച്ചിട്ടുള്ള സംഭവമാണ്. അത്യാവശ്യം ഉച്ചവരെ ഓടിയിട്ടുണ്ട്. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിന് മുന്നേ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ IAS ഉദ്യോഗസ്ഥൻ ഒരാളെ വണ്ടി ഇടിച്ചിട്ട് അയാൾ കൊന്നു, അയാൾ മരിച്ചു, കൊന്നു. ഒന്നും ആയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല അല്ലേ. അതിലെന്തൊക്കെ വർക്ക് ചെയ്തു അതിൻ്റെ പുറകിലെന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പണവും പദവിയും ഉള്ളവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പൗലോ കൊയ്ലോ പറഞ്ഞ മാതിരി, എന്താ പറയുക, പൗലോ കൊയ്ലോ പറഞ്ഞ മാതിരി ലോകം മുഴുവനും അതിന് കൂട്ടു നിൽക്കും എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവരും കൂട്ടു നിൽക്കും. ഇനിയിപ്പോൾ ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ സെറ്റിൽമെൻറ്റും പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമായിരിക്കാം, എന്താണെന്നറിയില്ല. നമ്മുടെ അഭിപ്രായം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ ഇതേപോലെയൊക്കെ വല്ല ഭാഗത്തുനിന്ന് ഇപ്പോൾ ആർക്കും വരാൻ പറ്റുന്ന സിറ്റുവേഷൻ തന്നെയാണ്. നമ്മളൊക്കെ വണ്ടി തട്ടി ചെറിയ വണ്ടിക്കാരെ തട്ടുന്ന സിറ്റുവേഷൻ വരെ നമ്മളെ ഭാഗത്ത് തെറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവുക എന്താ വെച്ചാൽ ആൾക്കൂട്ട വിചാരണ നടക്കും. അതെല്ലാവരുടെ കേസിലും കറക്റ്റാണ്. ഞാനിപ്പോൾ ഇതേമാതിരി സ്പീഡിലൊക്കെ വരും. ചില സമയത്തൊക്കെ നമ്മൾ സ്കൂളിലേക്കൊക്കെ കുട്ടികളൊക്കെ കൊണ്ട് നേരം വഴിക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ പറയും, ഇവിടെയൊക്കെ പറ്റി എന്തെങ്കിലും വെച്ച് വല്ല തട്ടോ മുട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇറങ്ങി ഓടിട്ടോ പറയും. കാരണം എന്താ വെച്ചാൽ അടി ഷോറാണ്, കാരണം അങ്ങനത്തെ ഏരിയയാണ്. അത് ആദ്യം ചെയ്യുന്ന പരിപാടി അതാണ്. പക്ഷെ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ പേടിച്ചിട്ട് ആ ഒരു പേടിയും കൂടി ഉണ്ടാവും. നമ്മളെല്ലാ ഭാഗവും ഞാൻ പറയാറുണ്ട്, ഞാൻ അങ്ങനെയാണ് സംസാരിക്കാറ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതുകൊണ്ട് ആ ഒരു കാരണം കൂടി ആയിരിക്കാം ഇയാൾ നിർത്താതെ നിർത്തിയിട്ടുണ്ടെങ്കിൽ തച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്ത് കഴുത്തൊക്കെ പിടിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായ മനുഷ്യനാണെന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം. അപ്പോൾ അത് ഒരുപാട് സിസ്റ്റംസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്
അഭിപ്രായം. എന്താണെങ്കിലും വീഡിയോ CCTV കണ്ട ഒരു കാര്യം ഷുവറാണ്, ചെക്കന്മാർക്ക് അത്യാവശ്യം കുറച്ച് ദുന്മ കൂടുതലാണ്. അത് നല്ല സ്പീഡിലായിരുന്നു വണ്ടി, അതിന് യാതൊരുവിധ സംശയമില്ല. അതിൻ്റെ മുന്നിൽ പോയി ഇടിച്ചിരിക്കണം. അപ്പം ഇത്രയും വളഞ്ഞ് നിൽക്കുന്നൊരു വണ്ടീനെ അവിടെ നിന്ന് പോയിട്ട് അത്രയും സ്പീഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്പീഡിലാണ്. അപ്പോൾ നമ്മൾ ജീവനോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നിർബന്ധമാണ്. പിന്നെ ഇപ്പോൾ പറയാം, മറ്റവൻ്റെ തെറ്റാന്നൊക്കെ പറയാം, നിയമപരമായിട്ട് അങ്ങോട്ട് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അപ്പുറത്തുള്ളവൻ ഭയങ്കര പവർഫുൾ ആണെങ്കിൽ പിന്നെ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി സാമ്പത്തിക സഹായമൊക്കെ വാങ്ങി എടുത്തിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോവാം അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.